നമ്മുടെ മുഖ്യധാര മാപ്രകൾ ഒരിക്കലും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ ഓരോ ഭാരതീയനും അങ്ങേയറ്റം അഭിമാനത്തോടെ കേൾക്കേണ്ട ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ വാർത്തയാണത്. പശ്ചിമേഷ്യ യുദ്ധത്തിൽ കത്തിയെരിയുമ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ധനത്തിനായി നെട്ടോട്ടമോടുകയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന മോദി സർക്കാരിന്റെ നയതന്ത്രം അവിടെയും വിജയം കണ്ടു. ഇന്ന് ലോകത്തിന്റെ മുഴുവൻ പെട്രോൾ പമ്പായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ ഇറ്റലിയും സ്പെയിനും അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യൻ എണ്ണയ്ക്കായി ഇന്ന് നമുക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. കണക്കുകൾ കേട്ടാൽ ആരും അമ്പരന്ന് പോകും. മുൻപ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമായി സിംഗപ്പൂർ മാറിയിരിക്കുന്നു. 2025 ആദ്യ പാദത്തിൽ $324 കോടി ഉൽപ്പന്നങ്ങളാണ് നമ്മൾ സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്തതെങ്കിൽ ഈ വർഷം അത് $650 കോടി കുതിച്ചുയർന്നു. ഇതിൽ $427 കോടി പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കയറ്റുമതി വൻതോതിൽ വർദ്ധിച്ചതോടെ ദക്ഷിണാഫ്രിക്കയും ടാൻസാനിയയും ഇന്ത്യയുടെ ഏറ്റവും വലിയ 10 കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടുകയും ചെയ്തു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? കാശ്മീർ വിഷയത്തിലടക്കം എക്കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാട് മാത്രം സ്വീകരിക്കുന്ന തുർക്കിയുടെ അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം വെറും $40 ലക്ഷം ഇന്ധനം മാത്രം വാങ്ങിയ തുർക്കി ഈ പ്രതിസന്ധി കാലത്ത് ഇന്ത്യയോട് യാചിച്ച് വാങ്ങിയത് $24 കോടി പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതായത് 5800% വർധനവ്. ഇതിനു പുറമെ ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ശ്രീലങ്ക, മലേഷ്യ, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലും വമ്പൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വലിയ തോതിൽ ഇന്ധനം ഒഴുകുമ്പോൾ ആഭ്യന്തര വിപണിയിൽ കുറവുണ്ടാകാതിരിക്കാനും ലാഭം പരമാവധി വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ വിൻഫോൾ ടാക്സ് അഥവാ കയറ്റുമതി നികുതി വലിയ തോതിൽ കൂട്ടിയിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ മോദി സർക്കാർ നടപ്പിലാക്കിയ ഈ സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ വമ്പൻ സാമ്പത്തിക കുതിപ്പ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാലും ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് പുതിയ ഇന്ത്യയുടെ ഈ കരുത്തിലേക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്.